ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈ ഓഫ് ശില്പ. സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ളൊരു ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഇന്ന് ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ചു, ഇനി സ്കിൻ കെയർ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒരു ചായ കൂടി. ചായ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുടിക്കില്ലായിരുന്നു, അവിടെ നിൽക്കുമ്പോൾ കുടിക്കും, പക്ഷെ വല്ലപ്പോഴും. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തോ വീണ്ടും ബാക്ക് ടു ട്രാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും ചായയിലേക്ക് കയറി. ഇനി പതുക്കെ പതുക്കെ നിർത്തണം. അപ്പോൾ ഇനി ക്ലീനിങ് ഒക്കെ ഒന്ന് ഒതുങ്ങി ഓക്കെ ആയതിന് ശേഷം ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്കും ചെയ്യാനുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ്. ഞാനൊന്നും നേരത്തെ കൂട്ടി പറയുന്നില്ല, കാര്യം എന്താ പോകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോട്ടെ. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, മഴയില്ല, മഴയൊക്കെ മാറി തുടങ്ങി, വെയിലുണ്ട്. സോ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. സോ രാവിലെ തന്നെ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഞാൻ കടന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറം തേക്കുക, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, പിന്നെ ലിപ് ബാം. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ സ്കിപ്പ് ചെയ്യാത്ത കാര്യമാണ്. ഞാൻ വേറെ എന്ത് മറന്നാലും ഇത് മറക്കില്ല. എനിക്ക് പൊതുവെ ഓയിലി സ്കിന്നും കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം സ്കിന്നിൽ ഭയങ്കരമായിട്ട് കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയാട്ടോ. പഴയ വീടിൻ്റെ ഫോട്ടോ, പിന്നെ സോ ഞാൻ രാവിലെ പറഞ്ഞില്ലേ നല്ല ക്ലൈമറ്റാണ് എന്ന്. എപ്പോഴാണ് മഴ വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കണ്ടിട്ട് നല്ല ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. വീട് ഫുൾ പച്ചപ്പ് നിറഞ്ഞതിൻ്റെ നടുക്കാട്ടോ ഞങ്ങളുടെ വീട്. അതുപോലെ തന്നെ റോഡ് സൈഡുമാണ്, 24 hours എപ്പോഴും വണ്ടികൾ പോകുന്നതാണ്, ബസ് റൂട്ടും ഒക്കെ ഉള്ളതാണ്. ഈ ചുറ്റും റബ്ബറാണ്, അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടാണ് വീട്. വീട്ടിൽ കൂടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പം ഗസ്റ്റുകൾ വരാറുണ്ട്. ഏത് ഗസ്റ്റാണെന്നറിയോ? ഇപ്പം കാണിച്ചു തരാം. ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റ്. ഇവർ സാധാരണ ഒരു കൂട്ടമായിട്ടൊക്കെയാണ് വരുന്നത്, പക്ഷേ ഇന്നെന്തോ ആൾ ഒറ്റയ്ക്കാണ് വന്നത്, അതും പീലിയുള്ളത്. റെയറായിട്ട് പീലിയുള്ള മയിലിനെ കാണാൻ കിട്ടും, അല്ലെങ്കിൽ പെൺമയിലായിരിക്കും കൂടുതലും വരുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ മെയിൻ ആൾക്കാരും ഉണ്ട്. ഏത് മറ്റോമാരെ വാനരപ്പടകൾ, അവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് സമയം കളയാൻ ടൈമില്ല, നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. പുട്ടും കടലയും കഴിക്കാം. മീനും അവിടെ ജ്യൂസ്, മാംഗോ ജ്യൂസ് അടിക്കാനായിട്ടിരുന്ന് അരിയുന്ന തന്ത്രപ്പാടാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. പൂളി എടുക്കുന്നത് പോരെ, കണ്ട നല്ല മാങ്ങ, മാങ്ങയും നല്ല മണമൊക്കെ ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, ഇനി തോനെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് വീട്ടിന് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല കാറ്റുണ്ടായിരുന്നു, പിന്നെ മഴക്കോളിൻ്റെ ആ ഒരു കാറ്റിങ്ങനെ വരുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാതെ ഞാൻ അല്ലാണ്ടത് വേറൊരു റെക്കോർഡ് ചെയ്തിടുന്നത്. കാര്യം നല്ല കാറ്റിൻ്റെ ശബ്ദം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എത്ര കിടന്ന് അലറി വിളിച്ചാലും നിങ്ങൾക്ക് കേൾക്കത്തതുമില്ല. അത് മാത്രമല്ല, ഞാൻ മൈക്ക് എടുക്കാനും മറന്നുപോയി കേട്ടോ, മൈക്ക് വയ്ക്കാനും മറന്നുപോയി, അതുകൊണ്ടാണ്. അതാ നോക്കൂ, അവിടെ ഒരാൾ സിംഹം.
ഹേ സിംഹം. ഹായ് ബ്ലാക്കി. ബ്ലാക്കിക്ക് വയ്യ. ബ്ലാക്കി ഛർദിച്ച് ഫുൾ ഡൈജസ്റ്റീവ് പ്രോബ്ലമായിട്ട് കിടക്കുക. അതുകൊണ്ട് രാവിലെ കൊച്ചു കാപ്പിയൊന്നും കഴിച്ചില്ല. കൊച്ചു ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ബ്ലാക്കിയും കഴിക്കുന്നത്. പുട്ട്, ദോശ, അപ്പം. ഇന്നിവിടെ പുട്ടായതുകൊണ്ട് കൊച്ചിനും പുട്ട് കൊടുത്തവർക്ക് കഴിച്ചില്ല. നമ്മൾ പാല് കുടിച്ചല്ലേ ബ്ലാക്കി? കുടിച്ചില്ലേ? നീ പാല് കുടിച്ചില്ലേ? രാത്രി മൊത്തവും ഛർദിലായിരുന്നു. കണ്ണൊക്കെ ഇരിക്കുന്നു. നോക്കിയേ, പറയിക്ക. വിളക്ക് തേച്ച് വയ്ക്കണം. അങ്ങനൊരു പരിപാടിയുണ്ട് ഇനി അടുത്തത്. എന്തോ പറയാൻ വന്നത് മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പം വിളക്ക് തേക്കണം. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. സോ അതുകൊണ്ട് അമ്മയാണെങ്കിൽ രാവിലെ അത്യാവശ്യം കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും കറിയും. മീൻ മാത്രം ഫ്രൈ ആക്കാനേ ഉള്ളൂ. അത് ചെയ്യണം. പിന്നെ എന്താണ്, എൻ്റെ തുടപ്പും തൂപ്പൊക്കെ കഴിഞ്ഞു. പിന്നെന്താണ് ഇനി ഉള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഊണ് സമയമായി. മീൻകറിയും മോരും അവിയലും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഊണ് പാസ്സാക്കാൻ പോവുകയാണ് ഞാൻ. ഊണ് പാസ്സാക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഈ ഡെസേർട്ട്സ് പോലെ എന്തെങ്കിലും കഴിക്കണം എന്ന് കാണുമല്ലോ. പക്ഷേ ഡെസേർട്ട്സ് ഇല്ലായിരുന്നു, നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അത് കുറേ നുള്ളിപ്പറക്കി തിന്നു. കാര്യം ഞാൻ ഭയങ്കര മാങ്ങ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, പ്രത്യേകിച്ച് പഴുത്ത മാങ്ങ. സോ തല നനച്ചില്ല. ഞാൻ വീക്കിലി ഒരു ദിവസം മാത്രമേ തല നനയ്ക്കാറുള്ളൂ. നമ്മളെപ്പോഴും ഇത് ഞാൻ വളരെ കുറച്ച് നാളായിട്ടാണ് ഇത് ഫോളോ ചെയ്ത് തുടങ്ങിയത്. എന്നുവെച്ചൊരു 3-4 വർഷമായി കാണും. ഒരിക്കലും നമ്മുടെ തല തോർത്താനായിട്ട് ഉപയോഗിക്കുന്ന ടവൽ വെച്ചിട്ട് മുഖം തുടയ്ക്കരുത്. എപ്പോഴും നമ്മുടെ മുഖം തുടയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സെപ്പറേറ്റ് ഒരു ടവലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കർച്ചീഫോ മാറ്റി വെച്ചിരിക്കണം. സോ എൻ്റെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല, അത് കളഞ്ഞുപോയി. ഇതിപ്പോൾ ഞാൻ മുടിയെടുക്കുക. കുറേ കർച്ചീഫ് മേടിച്ചപ്പോൾ അതിലൊരെണ്ണം മാറ്റിയെടുത്തപ്പോൾ ഇതാണ് എപ്പോഴും ഞാൻ മുഖം തുടയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇത് വേറൊരു കാര്യത്തിന് ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ മുഖം തുടയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാറുള്ളൂ. പിന്നെ പൊതുവെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് അധികമൊന്നും ചെയ്യാറില്ല. ഇത് ചൂസ് ചെയ്യും, ഹിമാലയയുടെ അലോവേറ ജെല്ല്. ഇത് ഏതാണ്ട് ഒരു 5-6 ഇയേഴ്സായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഹിമാലയയുടെ ഇത് ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ മുഖത്തൊക്കെ. അപ്പോൾ അതിലെൻ്റെ പിമ്പിൾസൊക്കെ കുറവുണ്ട്. എൻ്റെ പിമ്പിൾസൊക്കെ എങ്ങനെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എനിക്ക് ഇതിലും ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടായിരുന്നു എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞത് ഇത് തേച്ചതിന് ശേഷമാണ്. ആൻഡ് എൻ്റെ ഓയിലി സ്കിന്നാണ്. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന് എപ്പോഴും അലോവേറ ജെല്ല് ബെറ്ററാണ്. അതുകൊണ്ട് ഞാൻ ഹിമാലയ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറെ അലോവേറ ജെല്ല് വേറെ കമ്പനിയുടെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാനിതാ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ, റോസ്മേരി വാട്ടർ. മുടി ഒഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുടി വളരാനായിട്ട് നല്ലതാണ്.
അപ്പോൾ വീക്കിലി ട്വൈസ് വെച്ചിട്ടാണ് റോസ്മേരി വാട്ടറിൻ്റെ ഉപയോഗം വരുന്നത്. ഒരുപാട് പേര് റിവ്യൂസ് പറഞ്ഞു, ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു നല്ല പ്രോഡക്റ്റാണ്, മുടി ഒഴിയുന്നതൊക്കെ തടയും, നല്ലതാണ്. അപ്പോൾ അത് മേടിക്കും, ഒരുപാട് പേർക്ക് നല്ല മാറ്റമുണ്ട്, പുതിയ അവർക്കിത് തേച്ചതിന് ശേഷം ബേബി ഹെയർസൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്കിത് ഒന്നി തല നനച്ചതിന് ശേഷം തേക്കാം, അതല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപ് തേച്ചിട്ട് പിറ്റേന്ന് രാവിലെ തല കഴുകി കളയാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മുടി സ്റ്റൈൽ ചെയ്യുന്നതിന് മുൻപായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓരോരുത്തരുടെ കംഫർട്ടിനനുസരിച്ചാണ്. പക്ഷേ വീക്കിലി ടോയ്സ് വെച്ചിട്ട് നമ്മളത് കണ്ടിന്യൂസ് ചെയ്ത് കൊടുത്തേ പറ്റൂ. ആൻഡ് ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടൊന്നും ഉപയോഗം കാണണമെന്നില്ല. ഒരു 3-4-5 ബോട്ടിലൊക്കെ ഉപയോഗിച്ചാലേ ചിലപ്പം അതിൻ്റെ ഒരു ഇത് കണ്ടു തുടങ്ങും, റിസൾട്ട് കണ്ടു തുടങ്ങും. അപ്പോൾ അതിലൊരു പേഷ്യൻസ് ഉണ്ടായിരിക്കും എല്ലാവരും. ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് ബോട്ടിലാണ് ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മാറ്റം എനിക്കൊന്ന് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ കുറവുണ്ട്. അപ്പോൾ മുടി പിന്നെ വളരുന്നത് തുടങ്ങിയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, എന്തായാലും ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടൊരു 1 വീക്ക് ആകുന്നതേ ഉള്ളൂ. എപ്പോഴും സ്പ്രേ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ എനിക്കൊരു ബ്ലോഗ് അത്രയേ ഉള്ളൂ. രാത്രിയായി, ഉറങ്ങാൻ പോവുകയാണ്. 10:30 എത്ര മണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആണ് എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഒരു കാമും ഒരു ചില്ലായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. സോ അപ്പോൾ എന്താ പറയുക, ബാക്കി വിശേഷങ്ങളും അല്ലെങ്കിൽ വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.